ഓണക്കാലം അടയാളപ്പെടുത്തുന്നവരാണ് ഓണത്തപ്പന്മാർ അല്ലേ? കളിമണ്ണിൽ കുഴച്ചെടുക്കുന്ന ഓണത്തപ്പന്മാർക്കുള്ള ഭംഗിയൊന്നും മരം കൊണ്ടുള്ള രൂപങ്ങൾക്കില്ല. ഓണക്കാലം അതുകൊണ്ട് തന്നെ മൺപാത്ര നിർമ്മാണം ഉപജീവന മാർഗമാക്കിയവർക്ക് ആശ്വാസകാലം കൂടിയാണ്. പ്രതിസന്ധികളിൽ ഉഴലുന്ന ഈ മേഖല ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഓണക്കാലത്തെ കാണുന്നത്. ഓണക്കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മാദേവരുടെ രൂപങ്ങൾ. ഓണത്തപ്പനെന്നും മാദേവരെന്നൊക്കെയാണ് അറിയപ്പെടുക. അത് കളിമണ്ണിലാണ് ഉണ്ടാക്കുക. പണ്ടൊക്കെ വീട്ടിൽ ഓരോരുത്തരും സ്വന്തമായിട്ട് ഉണ്ടാക്കും. പക്ഷേ ഓണക്കാലമാകുമ്പോൾ ഇത് ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് ഇതൊരു കച്ചവടത്തിൻ്റെ സമയം കൂടിയാണ്. നമ്മളുള്ളതിപ്പോൾ വേങ്ങരയിലാണ്. ചിന്നേട്ടൻ കാലങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഇത് ചെയ്യുന്ന ആളാണ്. നമുക്ക് ചിന്നേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇതിപ്പോൾ കളിമണ്ണുകൊണ്ടാണ് പൂർണ്ണമായിട്ട്? കളിമണ്ണാണ്. മണ്ണ് കുമ്പിടിന്ന് കൊണ്ടുവരണം. ഉള്ളോട് മണ്ണിന് 10-22,000 റുപ്യ ആവും. അത് കൊടുത്തിട്ട് ഉണ്ടാക്കാണ് ഞാൻ. എത്ര സമയം എടുക്കും ഒരു മാദേവരെ ഉണ്ടാക്കാൻ? എങ്ങനെയായാലും ഒരു മണിക്കൂറോളം ആകും. ഇത് കുഴച്ച് ഇതിൽ കറക്കിയിട്ട് കുഴച്ചിട്ട്. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? അതായത് ഇതിന്റെ സാധാരണഗതിയിൽ മണ്ണ് മാത്രം ഉള്ളിലും കൂടി മണ്ണ് നിറയ്ക്കുന്ന പോലത്തെ മാദേവന്മാരുണ്ടാവും. ഇത് അങ്ങനെയല്ല അല്ലേ? ഇത് മണ്ണില്ല. അയ്യോ, മണ്ണ് നിറയ്ക്കൂല. ഇത് ഉള്ളു പൊള്ളയാണ്. കനം കുറയും. മണ്ണും കുറയും കുറച്ച്. അപ്പോ കുറെ കാലം കേടുകൂടാതിരിക്കുവോ? എടുത്തു വെച്ചാലുണ്ട് 5 കൊല്ലം 6 കൊല്ലം. അതാണ് ഞമ്മക്കത് ചെലവില്ലാത്തത്. ഇത് വേണ്ടത് ഒഴിവാക്കണം. ഒഴിവാക്കിയാലേ ഞമ്മക്ക് ഇത് പോവുള്ളൂ. ഒരാൾ ഒരു കൊല്ലം വാങ്ങിച്ചപ്പോ അടുത്ത കൊല്ലം വാങ്ങിക്കില്ല ചുരുക്കം. വാങ്ങൂല. അതാണ് എടുത്തു വെക്കാണ്. ഇത് ഒരു ദിവസം എത്ര ഉണ്ടാക്കും ഇപ്പൊ? എങ്ങനെയായാലും ഒരു 5-6. അപ്പോ ഓണത്തിന് വളരെ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ 2-3 മാസം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അതന്നെ. ഇത് മാദേവരാണ് ഉണ്ടാക്കണത്. അവിടെ ഇരിക്കണതൊക്കെ ഓണത്തപ്പന്മാരുടെ അല്ലേ? അതന്നെ. അത് വിൽക്കാൻ കൊണ്ടുപോകും. ഇനിയിപ്പോ എങ്ങനെയാ അത് ചുട്ടെടുക്കുവോ? എങ്ങനെയാ? ചുടലില്ല. ചുടണ്ട. ഫസ്റ്റിൽ ചുട്ടുവരുന്നു. പിന്നെ ചുടരണ്ടെന്ന് പറഞ്ഞു. ചുട്ടാല അപ്പന്റെ കോലം പോകുന്ന പറഞ്ഞു. ഉണക്കിയെടുക്കാം. വെയിലുണ്ടാവും. വെയിലത്ത് വെച്ച് ഉറക്കിയെടുക്കും. പിന്നെ അതിൽ കളർ തേക്കും. പിന്നെ അതിന് കാവ്യോ ഇപ്പൊ ഈ കാണുന്നതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതായിരിക്കും അല്ലേ? എങ്ങനെയാ ഇപ്പൊ മാർക്കറ്റിൽ ഇതിന്റെയൊക്കെ ഒരു വിലയൊക്കെ? വില കമ്മിയാണ് ഇപ്പോ. ഭയങ്കര പണിയാണ്. അതാണ്. എന്നാലും ഒരു മാദേവർക്ക് എത്ര രൂപ? ഞാൻ വെക്കല കഴിഞ്ഞാലൊക്കെ വിറ്റിരുന്നു 500 രൂപ 3 ഒരു സെറ്റിന്. കൊല്ലം 600 കിട്ടിയാലും ഒക്കൂല. എന്നാലും മുതലാവൂലേ? അധ്വാനത്തിന്റെ മണ്ണിന്റെ അതും പണിയാ ഭയങ്കര. ഞാൻ പോയാലൊക്കെ പോയി. ഇത് ഉണ്ടാകണ മട്ടില്ല. മക്കളൊക്കെ അത് ചെയ്യുന്നുണ്ടോ? മക്കളോ ഒരാളുണ്ട്. ഒരു മോള് മരിച്ചുപോയി. കിഡ്നി 2 മാറ്റി വെച്ചു. ഓള് 9 കൊല്ലം നിന്നു. മോനാണ് കിഡ്നി കൊടുത്തത്. പിന്നെ ഓനോപ്പുറം ഓപ്പറേഷൻ ചെയ്ത ആളാ. കച്ചവടം മലപ്പുറത്ത് കലക്ടറേറ്റില് കവടത്തലാണ്. പിന്നെ വേങ്ങരും വെക്കും. പിന്നെ കോട്ടയ്ക്കലും. ശരിക്കും പൂരാടത്തിന് മുമ്പാണല്ലോ ഏറ്റവും കൂടുതൽ കച്ചവടം. അതന്നെ. ഇതൊക്കെ ഇപ്പൊ കൊണ്ടുപോകാൻ വെച്ചതല്ലേ? കൊണ്ടുപോകാൻ വെച്ചാണ്. വിൽക്കഞ്ഞാല് ഇങ്ങനെ അടുത്ത് കൊല്ല ചെലവാകുള്ളൂ. വിൽക്കഞ്ഞാല് ആളുകൾക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടോ? വാങ്ങുന്നവരുണ്ടോ? കുട്ടികൾക്കൊക്കെ ഇതാണ്. വലിയവരൊക്കെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മരത്തിന്റെ മാവിലേക്ക് ഉണ്ടല്ലോ. മരത്തിന്റെ ഒന്നും പറ്റൂലല്ലോ. മണ്ണിന്റെ വേണ്ട. പണ്ട് തന്നെ മുൻകാലത്ത് പറഞ്ഞു വെച്ചത് മണ്ണാണല്ലോ. മണ്ണിൽ പണ്ടൊക്കെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഈ പണ്ടത്തെ രൂപം വലിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും നിർമ്മാണത്തിൽ വന്നിട്ടുണ്ടോ? അല്ല, കുറച്ച് നന്നായി വരുന്നുണ്ട് ഇപ്പോ. അങ്ങനെയാണ്. ഇപ്പോ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്. കറക്കിയിട്ട് പണ്ട് കൈ കൊണ്ട് അടിച്ചടിച്ച് മണ്ണ് അപ്പൊ കനം കൂടും. മണ്ണ് കൂടുതലാവും. മണ്ണ് നിറയ്ക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട. ഇതിപ്പോ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കുന്നത് അതേപോലെ എത്ര ദിവസം എടുക്കും? 2-3 സെറ്റ് ഉണ്ടാക്കാം ഒരു ദിവസം. നല്ല പണി. ഇങ്ങനെ എന്താണ് ഇത്തവണ ഓണത്തെ വിപണിയുടെ ഒരു പ്രതീക്ഷ? ആൾക്കാർ ഒരുപാട് വാങ്ങിക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? വാങ്ങി മലപ്പുറത്ത് അങ്ങനെ ആവോ? എങ്ങനെയാണാവോ? മഴയൊക്കെ പ്രശ്നമാവോ? മഴയാണ്. ഇന്ന് പോയിട്ടില്ലല്ലോ. മഴ ആയതുകൊണ്ട് ഭയങ്കര ഇതാണ്. ജീവിക്കണ്ടേ? അതന്നെ. വീടില്ല. ഇതിൽ നിന്നിരുന്ന 6 കൊല്ലം 18 വീട് വീണു. പിന്നെ എല്ലാരും കൂടി പിന്നെ പഞ്ചായത്തിൽ നിന്ന് നല്ല ചെറുപ്പ് കിട്ടി. എല്ലാരും കൂടി സഹായം കൊണ്ട് ശരിക്കും നമുക്ക് ഈ ഓണക്കാലം പ്രതീക്ഷയുള്ള സമയമാണ്. അതന്നെ. കച്ചവടത്തിന്റെ എന്തെങ്കിലും എല്ലാരും വാങ്ങിയാലേ ഉള്ളു നമുക്കത് മുന്നോട്ട് പോകല്ലേ. ഇതിൽ മുന്നോട്ട് പോകില്ല. ഇന്നോട്ട് കഴിയൂല. ഇത് എല്ലാരും വാങ്ങിക്കൊണ്ടുപോയാല് അടുത്ത കൊല്ലം. അതന്നെ. അതാണ് ചിന്നേട്ടന് പറയാനുള്ളത്. ഇത് മരത്തിന്റെ പോലെയല്ല. മാവേലി രൂപം അതിന്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്.
3 ഒരു സെറ്റായിട്ടാണ് വിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഉണ്ടാക്കി വെച്ചതൊക്കെ. അതൊക്കെ വളരെ ഭാരം കുറഞ്ഞതാണ് മറ്റേതിനെയൊക്കെ അപേക്ഷിച്ച്. പണ്ടത്തെ ഇതിലൊക്കെ ആണെങ്കിൽ ഉള്ളിലും കൂടി മണ്ണ് നിറയ്ക്കുമ്പോൾ നല്ല ഭാരമുണ്ട്. അത് താരതമ്യേന ഭാരം കുറഞ്ഞതാണ്. അതാണ് ഈ ഓണത്തിൻ്റെ ഒരു പ്രതീക്ഷകൾ ഈ ഒരു മേഖലയിലുള്ള ഒരു പങ്ക് വയ്ക്കുന്നത്. മഴ അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയാണ് എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഓണക്കാലം നല്ലൊരു വിപണിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ നേട്ടം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇവരൊക്കെ. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.